ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. ഞാൻ അന്ന് പറഞ്ഞില്ലേ ഒരു വീഡിയോയിൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു വ്ളോഗർ കൊച്ചു മിടുക്കിയുടെ വീട്ടിലാണ് ഞങ്ങൾക്ക് പറമ്പിലാണ് പണിയെന്നും അവരുടെ വീട്ടിൻ്റെ ബാക്ക് വശത്തായിരുന്നു ഞങ്ങൾക്ക് പണിയായിരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് കയറി അവിടെ ഒരു കാരമരമുണ്ട് കേട്ടോ, കാരയ്ക്ക. അപ്പോൾ അതിൽ നിന്ന് 5-6 തുഴിഞ്ഞ് വീഴുന്നു. നല്ല വൃത്തിയുള്ള സ്ഥലത്തായി വീഴുന്നത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് എനിക്ക് കിട്ടി കുറച്ച്. ഞാനത് 5-6 എടുത്തു, അവിടെ 2-3 പേർക്ക് കൊടുത്തു. അപ്പോൾ എനിക്ക് ബാക്കി 2 ഞാനും എടുത്തു. ഒരു കൊതിക്ക് കഴുകി തിന്നാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തു. അപ്പോൾ ആ ബ്ലോഗറിൻ്റെ വീട്ടിൻ്റെ മുൻവശമാണ്. അപ്പോൾ നിറയെ ചെടികളും ഇഷ്ടം പോലെ ചെടികളും എല്ലാം ഉള്ള ഒരു നല്ലൊരു ഐശ്വര്യമുള്ളൊരു വീട് തന്നെയാണ്. കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയുണ്ട്. ഇപ്പോൾ വേനലായതുകൊണ്ട് ശകലം പുല്ലുകളൊക്കെ പൊടിച്ച് മഴ കൂടെ വീഴുന്നപ്പോൾ പൊടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് അതെല്ലാം വൃത്തിയാക്കി ഞങ്ങൾ പണി ചെയ്തതിന് ശേഷമുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ സമയം താമസിച്ചപ്പോൾ നമ്മൾ ഇങ്ങ് പോന്നു. പിന്നെ മോള് ഇന്ന് ട്യൂഷൻ ഇന്ന് അവധി ആയതുകൊണ്ട് ഇന്ന് കാണാൻ പറ്റി. ഇതുവരെയും ഞാൻ പണിക്ക് പോയപ്പോൾ അവളെ ഒന്നും ഫോട്ടോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. അപ്പോൾ നമ്മൾ പണി ചെയ്തുകൊണ്ട് നിന്നപ്പോൾ മോൾ വന്നു. അപ്പോൾ ഞാൻ അവളുടെ ഒരു ഫോട്ടോയും ആ ഗ്യാപ്പിലെടുത്തു. അവളുടെ അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട്. നമുക്ക് ചായ ഒരു 11 മണിയൊക്കെ 12 മണിക്കകത്ത് വെച്ച് ചായ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ അല്ല പണി ചെയ്യുന്നത്. അതുകൊണ്ട് ഉച്ചയ്ക്ക് ഒരു ചായയും അവിടുത്തെ അണ്ണൻ ചായയും 1 പപ്സ് പലഹാരം എല്ലാം വാങ്ങി തന്നു. നമ്മൾ സന്തോഷത്തോടെ കഴിച്ചു. ചെയ്ത ജോലിക്ക് അവരുടെ ഒരു സന്തോഷം ഞങ്ങൾക്ക് പങ്കുവച്ചു. ഞങ്ങളത് സ്വീകരിച്ചു, ഞങ്ങൾ കുടിച്ചു. നമ്മൾ ഇനി അടുത്ത പണി സെറ്റിലേക്ക് ഉച്ചയ്ക്ക് ശേഷം പോകാൻ പോവുകയാണ്. എല്ലാ കഴിവുകളും ആക്ടിവിറ്റീസും എല്ലാം ഉള്ള ഒരു നല്ലൊരു കൊച്ചു മിടുക്കിയാണ്. എനിക്ക് പേഴ്സണലി അവളോട് ഭയങ്കര ഒരു ഇഷ്ടം തന്നെയാണ്. കാരണം കുട്ടികളായാൽ ഇങ്ങനെ വേണം, എല്ലാ കഴിവുകളും വേണം. ആ കഴിവുകൾ ഉണ്ടായാൽ മാത്രമല്ല അത് പുറത്ത് കാട്ടാനുള്ള ഒരു മനസ്സും ധൈര്യവും വേണം കൊച്ചു കുഞ്ഞുങ്ങൾക്ക്. ഇപ്പോൾ ഇതാണ് എൻ്റെ വ്ളോഗറെ കണ്ടല്ലോ ഇത്രയും ദിവസം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ മിടുക്കിയായ എൻ്റെ വ്ളോഗർ. അപ്പോൾ മഹാലക്ഷ്മി വ്ളോഗ് എന്നാണ് അവളുടെ വ്ളോഗിൻ്റെ പേര്. എല്ലാവരും അവളെയും കൂടെ സപ്പോർട്ട് ചെയ്യണം. പാടാനും ഡാൻസ് കളിക്കാനും എല്ലാത്തിനും കഴിവുള്ള ഒരു നല്ലൊരു മിടുക്കിയാണ്. അവളെയും കൂടി ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ജോലിക്ക് പോയിട്ട് തളർന്ന് ക്ഷീണിച്ച് ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ് ഞാൻ. അവിടെ വെയിലത്ത് പണിയെടുത്തുകൊണ്ട് നിന്ന സമയത്താണ് വേർത്ത് ഒഴുകി ഒരു മറ്റുള്ളവർക്ക് പിടിക്കുമെന്നറിയില്ല, വേർപ്പിൻ്റെ ഒരു സ്മെല്ല് കാണുമല്ലോ. അപ്പം അധ്വാനിച്ചിട്ട് ഞാൻ അവിടെ വന്ന് ആ പടിക്കെട്ടിൽ ഇരുന്നപ്പോഴാണ് മോളെ വെളിയിൽ വന്നത്. അപ്പോൾ മോള് ഒരു മടിയില്ല കേട്ടോ. ഞങ്ങളെ പോലെ തന്നെയാണ് അവർ. എന്നാലും അവരൊക്കെ നമ്മളെപ്പോലെ ജോലിക്ക് പോകുന്നതല്ലല്ലോ, കുട്ടികളല്ലേ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പിന്നെ ആൾക്കാരോട് ഇടപെടാനൊക്കെ ചില കുട്ടികളാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടൂല, അങ്ങനെയുള്ളൊരു ചമ്മലും. ചിലപ്പോൾ അവർക്ക് അവരുടേതായ ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകൂടാനായിരിക്കും ഇഷ്ടം. പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഞാൻ ആ കുഞ്ഞു പ്രായത്തിൽ തൊട്ടേ കാണാൻ തുടങ്ങിയ കുട്ടിയാണ്. അപ്പോൾ മുതിർന്നവരോടെയാണ് മറ്റുള്ളവരോടെയാണ്, അത് പൈസ ഉള്ളവരാവട്ടെ പാവപ്പെട്ടവരാവട്ടെ അങ്ങനെ ഒരു വേറ്റുതിരിവില്ല അവർക്ക്. ആ കുടുംബത്ത് മൊത്തവും അങ്ങനെ തന്നെയാണ്. അവിടുത്തെ മാമി വന്നില്ല, മാമി ഇല്ലായിരുന്നു, കല്യാണത്തിന് പോയിരുന്നു. അപ്പോൾ ആ മാമിയാണെങ്കിലും അണ്ണനായിരുന്നാലും അണ്ണൻ്റെ ഭാര്യയായിരുന്നാലും ഭാര്യയായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമ്പനി. മഹാലക്ഷ്മി വ്ളോഗിൻ്റെ മഹാലക്ഷ്മിയുടെ അമ്മ. അപ്പോൾ ഇപ്പോൾ ചെറുപ്പം നോക്കാറില്ല. എല്ലാവരോടും അവർക്ക് നല്ലൊരു വന്ന അവസരത്താണെങ്കിൽ എനിക്ക് അത്ര അവരുമായിട്ട് വലിയ ഇതില്ല. കാരണം മിണ്ടോ ഇല്ലേന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ അടുത്ത് സംസാരിക്കാനും മിണ്ടാനും തുടങ്ങിയതിന് ശേഷമാണ് പാവമാണെന്ന് പറഞ്ഞാൽ നല്ല ഒരു സാമ്പത്തികമായിട്ട് ആയാലും വിദ്യാഭ്യാസപരമായിട്ടായാലും അവർ നല്ല ഉയർന്ന ഒരു കുടുംബത്തിലെ ആൾ തന്നെയാണ്. പക്ഷേ സ്വഭാവം സാധാരണക്കാരോട് നല്ലൊരു അടുപ്പവും സ്നേഹവും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ് ശാലിനി. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടം. താങ്ക്സ്. എനിക്ക് എൻ്റെ സഹോദരി തുല്യയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇങ്ങനെ നീട്ടി പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇത്രയും വാക്കുകൾ പറഞ്ഞ് ചുരുക്കുന്നു. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ഹായ്. എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ മഹാലക്ഷ്മി വ്ളോഗിനെയും കൂടെ സപ്പോർട്ട് ചെയ്യണം. അവളും ലതിക ചേച്ചി, ലതികാസ് വ്ളോഗ്, അതും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയാണ്. എന്നെ എടുത്തെടുത്ത് അവരുടെ വീഡിയോയിൽ പറയും. പക്ഷേ ഞാനങ്ങനെ പറയാൻ എനിക്ക് അത്രത്തോളം ഞാൻ അവരുടെ പോലെ സംസാരമൊന്നും എനിക്ക് അത്ര ക്ലിയറായി ഒന്നും വന്നില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതിൽ വേറെ പേഴ്സണലി 2 കൂട്ടുകാരാണ് എൻ്റെ ഇവിടുത്തെ വ്ളോഗേഴ്സ്. അവർ നല്ല അടുപ്പമുള്ള ഒരു കൂട്ടുകാരാണ്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മടുപ്പില്ലാതെ കണ്ടുപോകുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന 2 പേരാണ് എൻ്റെ ലതികാസും മഹാലക്ഷ്മി. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.